ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് പൂച്ചെടിയുടെ കട്ടിങ്സ് നടുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതുപോലെ ഫ്ലവറുള്ള ഒരു ചെടിയാണ്, കട്ടിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2 കളറുണ്ട്. ഒന്ന് ലൈറ്റ് റോസ് ഉണ്ട്, പിന്നെ ഒരു ഡാർക്ക് റോസും ഉണ്ട്. അത് ഏതാണെന്നൊക്കെ അറിയില്ല, അടുത്ത വീട്ടിൽ ചേച്ചി കട്ട് ചെയ്ത് തന്നതാണ്. പിന്നെ ഒരു ചെമ്പരത്തി ഉണ്ട് കേട്ടോ. ചെമ്പരത്തിയുടെ ചെറിയ കട്ടിങ്സ് ആണുള്ളത്. അത് ഓറഞ്ച് കളറാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ നടുന്ന വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളും നടുന്നത് ഈ രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇനിയും കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഈ ഒരു ഇതുണ്ടല്ലോ, ബ്രാഞ്ച് ഉണ്ടല്ലോ, ഇത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നട്ടാൽ നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. പിന്നെ ഇതിനെ നമുക്കിത് ഇവിടുന്ന് കട്ട് ചെയ്യാം. കാണുന്നില്ലേ, ഇത് ഇവിടുന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊക്കെ നടാനായിട്ട് ഇതുപോലുള്ള ചെറിയ കവറുകളിലാണ് കേട്ടോ മണ്ണ് നിറച്ച് വെച്ചിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള കവറ് കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ എടുത്ത് വയ്ക്കും. എടുത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ പൂച്ചെടികളിൽ വേര് പിടിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ ഏത് ചെടി കിട്ടിയാലും ഇതുപോലെ ചെറിയ കവറുകളിൽ മണ്ണ് നിറച്ചിട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ അത് മണ്ണിലേക്ക് നടാറുള്ളൂ. മണ്ണിലേക്ക് നടുന്നതാണെങ്കിൽ മണ്ണിലേക്ക് നടും. അതല്ല പോട്ടിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ വലിയ പോട്ടിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം അതുപോലെ നട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ചെണ്ണം അവിടെയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ചായതേ ഉള്ളൂ നട്ടിട്ട്. അപ്പോൾ അത് തളിർത്ത് വന്നതിന് ശേഷം മാത്രമേ ഞാൻ നടുള്ളൂ. എണ്ണം കാണിച്ചു തരാം. ഇപ്പോൾ ഒരു കൈ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അത്ര കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഉള്ള ഇതൊക്കെ ഇലയൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം നടാനായിട്ട്. ഇത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമുക്ക് മണ്ണിന് അടിയിലേക്ക് പോകുന്ന രീതിയിൽ നട്ടാൽ നമുക്ക് ഇത് ഇവിടുന്ന് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. ഞാൻ അധികവും റോസ് ചെടികളും മറ്റു ചെടികളൊക്കെ ഇതുപോലെ നോക്കിയിട്ടാണ് ഇപ്പോൾ നടാറുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു ചെടിയല്ല, ഒന്നിൽ കൂടുതൽ ചെടികൾ ഒരു കവറിൽ നടാം കേട്ടോ. ഇതുപോലെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് മണ്ണ് ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായി അമർത്തി കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെയാണ് നട്ടെടുക്കേണ്ടത്. ഞാനിതുപോലെ ഒരെണ്ണമല്ല, ഒന്നിൽ കൂടുതൽ നട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കവറിൽ ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം നട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 തൈകൾ ഒന്നിൽ തന്നെ ഞാനിപ്പോൾ നട്ട് കൊടുത്തിരിക്കുന്നത്. നട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ കവറിന് ഈ ഒരു ഭാഗത്തായിട്ട് 1-2 ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളം നന്നായിട്ട് വാർന്നു പോയില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് ഇത് അഴുകി പോവും. അതുകൊണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കാൻ യാതൊരു കാരണവശാലും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.